ഹായ് ഓൾ, നമുക്ക് വെണ്ടയ്ക്ക പാൽക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, വേപ്പില, ഇഞ്ചി, പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും നമ്മൾ എടുക്കണം. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വെണ്ടയ്ക്കെല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, സവാള, ഇഞ്ചി. പിന്നെ ആവശ്യമായ മുളക് പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ കുറച്ച് കുരുമുളക് പൊടികൾ നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മുളക് പൊടി നമുക്ക് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മാറി വരും വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വാടും വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെണ്ടയ്ക്ക ആയതുകൊണ്ട് നന്നായി വാടി വന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വഴുവഴുപ്പ് വരും. അപ്പോൾ നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ രണ്ടാമത് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മൂടി വെച്ച് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ച് ഇടയ്ക്ക് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കണം. അടപ്പ് തുറന്ന് ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം.